Hello everyone, welcome to my channel. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് ആൽഫ്രഡ് മാർഷൽസ് വെൽഫെയർ ഡെഫിനിഷൻ ആയിരുന്നു. So today we are going to see a very important definition put forward by Professor Leonard Robbins, that is scarcity definition. Okay, so who is Leonard Robbins? Leonard Robbins was one of the leading and the most influential English economist of the 20th century. 20ാം നൂറ്റാണ്ടിലെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആയിരുന്നു ലിയോണൽഡ് റോബിൻസ്. ആൻഡ് ഹി വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഫോർ ഓവർ 30 years, both as the professor of economics as well as the chairman of the board of governors. അദ്ദേഹം ഒരുപാട് ഇഷ്യൂസ് എഴുതിയിട്ടുണ്ട്. ഹി റോട്ട് ഓൺ വേജസ്, ഇൻഫ്ലേഷൻ, എക്കണോമിക്സ് ഓഫ് വാർ, ഹിസ്റ്ററി ഓഫ് എക്കണോമിക് തോട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. However, his major work was his essay on the nature and significance of economics. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന വർക്കാണ്. അതിലാണ് അദ്ദേഹം എക്കണോമിക്സിന് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ തന്നെ കൊടുത്തത്. ഓക്കെ, not only that, his report on higher education 1963 became a landmark in the development of higher education in UK in the 1960s and 1970s, which led to the formation of modern British university system. Modern British university system ഫോം ചെയ്യാനായിട്ട് ഒരു പ്രധാന റോള് വഹിച്ച എക്കണോമിസ്റ്റാണ് പ്രൊഫസർ ലിയോണൽഡ് റോബിൻസ്. അതും അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ റിപ്പോർട്ട്, അദ്ദേഹത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് റിപ്പോർട്ടാണ് തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റം ഫോർമേഷൻ ആവാനുള്ള കാരണമായത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് റിഗാർഡിംഗ് ലിയോണൽഡ് റോബിൻസ്. According to Leonard Robbins, economics is the science which studies human behavior as a relationship between end and scarce means which have alternative uses. ഇവിടെ പറയുന്നത്, റോബിൻസ് പറയുന്നത്, എക്കണോമിക്സ് ഇസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ് ആൻഡ് സ്കേഴ്സ് മീൻസ്. ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയർ ആണ്. That is, we are studying the relation between ends and scarce means. Ends എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Unlimited wants എന്നാണ് മീനിങ്. So we are studying the relation between unlimited wants and scarce means, that is limited resources. ഇവിടെ എൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ അൺലിമിറ്റഡ് വോൺസ് ആണ്. ഓക്കെ, അൺലിമിറ്റഡ് വോൺസ് ആൻഡ് സ്കെയർസ് മീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിമിറ്റഡ് റിസോഴ്സ് ആണ്. സോ എക്കണോമിക്സ് ഇസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ് ആൻഡ് സ്കെയർസ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വി ആർ സ്റ്റഡിങ് ദ റിലേഷൻ, അല്ലേ, റിലേഷൻ പഠിക്കുന്ന സമയത്ത് ദർ ഇസ് എ പ്രോബ്ലം, ദാറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് ചോയ്സ്. So what are the features of scarcity definition? The first feature is unlimited ends or unlimited wants. That is, ends here refers to human wants. A fundamental fact of economic life is that ends or human wants are unlimited. So human wants are not only large in number, but they tend to multiply over time. അല്ലേ, മനുഷ്യൻ്റെ wants എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, മൾട്ടിപ്ലൈ ആയിക്കൊണ്ടേയിരിക്കും. As one want is satisfied, another want drops up. So in view of the multiplicity of wants and the increase in their number over time, it is not possible to satisfy all the wants. നമുക്ക് എല്ലാ wants-ഉം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. However, an important fact about human wants is that all wants are not of equal intensity. That is, they differ in their importance. So some wants are more intense than others. So since wants are unlimited, we have to make a choice between the more important and less important wants. Okay, അപ്പോൾ നമുക്ക് നമ്മുടെ വോൺസ് അൺലിമിറ്റഡ് ആണ്, റിസോഴ്സ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം ഓഫ് ചോയ്സ്, അല്ലേ, ചോയ്സ് എന്ന് പറയുന്നൊരു പ്രോബ്ലം അവിടെ അറൈസ് ചെയ്യും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഡിഫറൻസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഡിഫറെൻറ്റ് വോൺസ് ദറ്റ് പീപ്പിൾ ആർ ഏബിൾ ടു മേക്ക് എ ചോയ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വോൺസ്. ഓക്കെ, the second important feature is scarce means, that we already discussed. Scarce means എന്ന് പറഞ്ഞാൽ എന്താണ്? Limited resources. Okay, so the second fundamental fact of economic life is that means to satisfy human wants are limited. Human wants satisfy ചെയ്യാനുള്ള means, that is resources, limited ആണ്. Means refers to, എന്തൊക്കെയാണ് means എന്ന് പറഞ്ഞാൽ? Means refers to land, labor, capital, etc. So which are needed to produce, which are needed to procure goods, okay, to satisfy the human wants. So resources are said to be scarce
in the sense that the supply of resources is limited as compared to their demand. Okay, so that is labor is limited by the size of the population, land is limited by area of country. Okay, so in view of the scarce means only a limited quantity of goods can be produced. Since the resources are scarce, all the wants cannot be satisfied. Hence, we have to decide which of the wants can be fulfilled now and which one should be left unfulfilled from the time being. So, that is why we are saying that scarcity is at the root of most of the human economic problem. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് scarcity ആണ് എല്ലാ പ്രശ്നങ്ങളുടെയും root cause എന്ന് പറയുന്നത്. So, scarce means is also one of the important feature of scarcity definition. The third important feature is alternative use of means. Okay, that is the third fact which Robbins' definition emphasizes is that resources can be put to alternative uses. For example, a piece of land, it can be used to produce wheat, vegetable, etc. Likewise, a laborer can be used on field or in factory. So the use of scarce resources in the production of one commodity prevents its use for any other commodity. Okay, so that is alternative use of means. Fourth important feature of scarcity definition is problem of choice. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മുടെ wants unlimited ആണ്, resource limited ആണ്. So വരുന്നൊരു പ്രോബ്ലം ആണ് problem of choice. That is also one of the important feature. And the last important feature of scarcity definition is economics is a science. That is, according to Robbins, economics is a science that it provides a systematic knowledge with regard to human efforts in solving economic problems arising out of scarce means and unlimited wants. So economics is about making choices in the backdrop of scarcity, and economic formulates various economic laws which help in solving economic problems. So these are the various features of scarcity definition. Next, we are going to see the important merits of scarcity definition. First one is logical explanation of economic problems. That is, the Robbins definition very clearly brings out the root cause of economic problem, which forms the foundation of economics as a social science. So according to Robbins' definition, economic problem arises due to scarcity of means in relation to their demand. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ലോജിക്കൽ തന്നെയാണ്. കാരണം അദ്ദേഹം പറയുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം സ്കേസിറ്റി ആണ്. സോ വി ക്യാൻ സീ ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് എക്കണോമിക് പ്രോബ്ലംസ്. സെക്കൻഡ് വൺ, യൂണിവേഴ്സൽ നേച്ചർ. ദാറ്റ് ഈസ് ഓൾസോ വി ഹാഡ് എക്സ്പ്ലെയിൻഡ്. That is, scarcity of means in relation to end is a universal problem. Scarcity എന്ന് പറയുന്നത് universal problem ആണ്. Everywhere and at all times, rich as well as poor, traditional as well as modern economics, they all face the problem of choice. So it is universal in nature. Third one is, it consider economics as a human science. നമ്മൾ വെൽഫെയർ ഡെഫിനിഷൻ കണ്ടപ്പോൾ ക്രിറ്റിസിസം ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം എക്കണോമിക്സിനെ, ദാറ്റ് ഈസ് ആൽഫ്രഡ് മാർഷൽ എക്കണോമിക്സിനെ ഹ്യൂമൻ സയൻസ് ആയിട്ട് കണ്ടില്ല, സോഷ്യൽ സയൻസ് ആയിട്ട് മാത്രമേ പരിഗണിച്ചുള്ളൂ എന്ന് ക്രിറ്റിസിസം പറഞ്ഞു. ഇവിടെ മെറിറ്റ് ആയിട്ട് പറയുകയാണ്, ദാറ്റ് ഈസ് ലിയോണാർഡ് റോബിൻസ് ഡെഫിനിഷൻ consider economics as a human science, isn't it? That is, Robbins point out that economics is a human science and not merely a social science. So this is because the problem of choice and resource allocation is faced by an individual irrespective of whether he is a member of an organized community or is living in isolation. That is important merit of scarcity definition. Next is wider view of economic activity. That is one of the important merit of scarcity definition. Wider view of economic activity. So according to Robbins, economics study all economic activities, whether they relate to production of tangible commodities or services. So provided they involve scarcity of means in relation to unlimited wants. So wider view of economic activity is also one of the important merit of scarcity definition. That is, എന്താണ്, they relate to production of tangible materials. Tangible materialsനെ കൂടെ പരിഗണിക്കുന്നു, ആൻഡ് ഓൾസോ നോൺ ടാഞ്ചിബിൾ മെറ്റീരിയൽസ്, നോൺ മെറ്റീരിയൽ ഗുഡ്സിനെയും അവർ പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മെറിറ്റ് ഓഫ് സ്കേർസിറ്റി ഡെഫിനിഷൻ. Next is positive science. That is one of the merit of scarcity definition, positive science. Robbins emphasizes that economics is a positive science.
because it regards economics to be neutral between ends. So according to Robbins, economics does not tell the individuals as to what ends should be achieved and what ends should be sacrificed. നമ്മുടെ വോൺസ് എത്ര അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ വോൺസ് എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് സയൻസ് ആണെന്ന് പറയാം. ദാറ്റ് ഈസ് it regards economics to be neutral between ends. So economics enlighten the individuals, enabling them to make rational decisions, but the decisions have to be made by the individuals themselves. So these are the various merits of scarcity definition. So next we are going to discuss the criticisms of scarcity definition. First one, narrow view of economics. That is, Robbins' definition has been criticized on the ground that it regards economics as a positive science by making it neutral between ends. So positive science is concerned with what is. So economics എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സയൻസും ഉണ്ട്, നോമേറ്റീവ് സയൻസും ഉണ്ട്. Positive science is concerned with what is, whereas normative science is concerned with what should be or what ought to be എന്നാണ്. അപ്പോൾ ഇവിടെ പ്രൊഫസർ ലിയോണൽ റോബിൻസ് ഇവിടെ പോസിറ്റീവ് സയൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ എക്കണോമിക്സിന് എന്നാണ് ഒരു ക്രിറ്റിസിസം. അതുകൊണ്ട് തന്നെ നാരോ വ്യൂ ഓഫ് എക്കണോമിക്സ് എന്നാണ് ഒരു ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. Second one, restricted subject matter of economics. Okay, so a serious objection against Robbins' definition is that it has restricted the subject matter of economics by restricting it to the theory of resource allocation, that is theory of product and factor pricing. അപ്പോൾ റോബിൻ ഇവിടെ തീർച്ചയായിട്ടും ലിയോണൽ റോബിൻസ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റിസോഴ്സ് അലോക്കേഷൻ മാത്രമാണെന്നാണ് പറയുന്നത്, ഓർ ഫാക്ടർ പ്രൈസിംഗ് മാത്രമാണ് എന്നാണ് പറയുന്നത്. സോ റോബിൻസ് ഡെഫിനിഷൻ ഇസ് ഇനാഡിക്വേറ്റ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് അക്കൗണ്ട് ഓഫ് മെനി അതർ ഇമ്പോർട്ടൻറ്റ് ഇക്കണോമിക് പ്രോബ്ലംസ്, ദാറ്റ് ഇസ് അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻകം ഡിറ്റർമിനേഷൻ, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ ഇഷ്യൂസ് ഒന്നും അദ്ദേഹം പരിഗണിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ റെസ്ട്രിക്റ്റഡ് സബ്ജക്റ്റ് മാറ്റർ എന്നാണ് എക്കണോമിക്സ് ഡെഫിനിഷനെ കുറേ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്. Next is static definition. That is the another important criticism against scarcity definition. Static definition. That is, according to the critics, Robbins has taken a static view of the scarcity definition. That is, Robbins' definition does not take into account the possibility of increase in resource over time. ഫ്യൂച്ചറിൽ നമുക്ക് റിസോഴ്സ് ഇൻക്രീസ് ആകാം, ചാൻസ് ഉണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല എന്നാണ് criticism. Okay. So with economic growth, availability of resources and their efficiency increases. So economics is not only concerned with the present economic problems but also with the future problems. So Robbins' definition is regarded as static as it takes into consideration presently available means only. അപ്പോൾ നമ്മുടെ നിലവിലുള്ള മീൻസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, നിലവിലുള്ള റിസോഴ്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഫ്യൂച്ചറിൽ റിസോഴ്സ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത് എക്കണോമിക്സ് ഒരു സ്റ്റാറ്റിക് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എക്കണോമിക്സ് ആസ് എ സയൻസ്. ദാറ്റ് ഈസ് ഓൾസോ അനദർ ക്രിറ്റിസിസം. ദാറ്റ് ഈസ് റോബിൻസ് ഹാസ് ട്രീറ്റഡ് എക്കണോമിക്സ് ആസ് എ സയൻസ് only. Okay, so but in fact economics is both a science and an art. So criticism പറയുന്നത് ദാറ്റ് ഈസ് അതർ എക്കണോമിസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സയൻസ് മാത്രമല്ല ആർട്ടുമാണെന്ന് പറയുന്നുണ്ട്. സോ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ഹാസ് റെഡ്യൂസ്ഡ് എക്കണോമിക്സ് ഇൻ ടു എ പ്യുവർ സയൻസ് and a science that is concerned with formulation of economic laws only. Okay, so but economists these days believe that economics is also concerned with solution of economic problems. So economists these days are considered as not only tool makers but also tool users. Okay, that is one of the criticism of scarcity definition. And the last important criticism of scarcity definition is that economic problem may not always arise from scarcity. That is, some critics point out that economic problems does not always rise from scarcity as suggested by Robbins. It can sometimes arise from abundance as well. For example, during the Great Depression, 1930 Great Depression നമുക്കറിയാം, അതൊരിക്കലും സ്കേഴ്സിറ്റി കാരണമായിരുന്നില്ല. It was not the scarcity but abundance of goods, that is overproduction ആയിരുന്നു കാരണം. So overproduction which created an economic problem in various capitalist countries of the world. So economic problems scarcity മാത്രമാണ് കാരണം, economic problems വരാൻ കാരണം scarcity മാത്രമാണ് എന്ന് പറയുന്നു. സോ അത് തെറ്റാണ് എന്ന് പല ആൾക്കാരും, ദാറ്റ് ഈസ് പല എക്കണോമിസ്റ്റും പറയുന്നുണ്ട്. അവർ പറയുന്ന എക്സാമ്പിൾ ഇതാണ്, 1930 ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോൾ നമുക്ക് സ്കേഴ്സിറ്റി അല്ലായിരുന്നു പ്രോബ്ലം, ഓവർ പ്രൊഡക്ഷൻ ആയിരുന്നു. സോ എക്കണോമിക് പ്രോബ്ലംസ് മേ നോട്ട് ഓൾവേസ് അറൈസ് ഫ്രം സ്കേഴ്സിറ്റി. സോ ദീസ് ആർ ദ വേരിയസ് ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ക്രിറ്റിസിസംസ് ഓഫ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ക്ലാസ് കുറച്ച് എഫക്റ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. So for the viewers, I would like to tell a quote.
Education is the most powerful weapon which you can use to change the world. So, make it sure that you are utilizing it in a correct time. Thank you so much. Please subscribe my channel for further notification. See you in the next video.